ഹലോ, എല്ലാവരും സുഖമല്ലേ? ഇന്ന് നമ്മുടെ മക്കളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അതിന് ട്യൂഷൻ ക്ലാസ്സിൽ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് കുറച്ച് ഗെയിംസൊക്കെ എഴുതിക്കൊണ്ട് വരാൻ. അപ്പോൾ ഇവരൊക്കെ എഴുതിക്കൊണ്ട് പോയ ഓരോ ഗെയിമാട്ടോ. ഇത് കളിക്കാൻ ഞാനാണ് ഇവരോട് പറഞ്ഞു വിട്ടത്, ഒരു എൻജോയ്മെൻ്റ് അല്ലേ എന്ന് ഓർത്ത്. കുറച്ച് പാട്ടൊക്കെ അവർ ഡാൻസ് കളിക്കാനൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ ആ ഓണം സെലിബ്രേഷൻ. എന്നാൽ അവർ ഒരുപാട് എൻജോയ് ചെയ്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവർക്ക് വരാൻ കഴിയില്ലായിരുന്നു. കുട്ടികൾ കുറേ നേരം കഥ പറഞ്ഞു. ഓരോ കുട്ടികൾക്കും പറ്റിയ ഇൻസിഡൻസ് ഒക്കെ പറയുമായിരുന്നു അവർ. തമാശകളും കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് അവർ ഒരു ദിവസം വളരെ എൻജോയ് ചെയ്തു. പിന്നെ അടുത്തത് കസേര കളിയായിരുന്നു എന്ന് പറഞ്ഞു. കസേര കളി വളരെ പൊന്നൂനും മണികണ്ഠനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കസേര കളി. എവിടെ പോയാലും എങ്ങനെയെങ്കിലും ഒന്നിലെ ഫസ്റ്റോ സെക്കൻഡോ അവർ മേടിച്ചെടുക്കും. പിന്നെ കസേര കളിക്ക് എൻ്റെ മക്കളായിരുന്നു കേട്ടോ ഫസ്റ്റ് സെക്കൻഡും. മണികണ്ഠൻ ഇവിടെ നിന്ന് പോയപ്പോൾ മുണ്ടെടുത്തോണ്ടാട്ടോ പോയേ. ഫസ്റ്റ് കസേര കളിയുടെ സമയത്ത് മുണ്ട് കസേരയിലുടക്കി പോയത് കാരണം ആളത് മാറ്റി വെച്ചാണ് പിന്നെ ഓണ സെലിബ്രേഷനും പങ്കെടുത്തത്. ഇതിൻ്റെ ഇടയിൽ മിസ്സ് അവർക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് അവരുടെ വിശപ്പൊക്കെ കെട്ടാറുണ്ട് കേട്ടോ അവർ വരാഞ്ഞേ. പിന്നെ ഇത് ശങ്കരൻ, നമ്മുടെ അമ്മാവൻ്റെ മോനാട്ടോ. അവനും അവിടെ തന്നെയാണ് ട്യൂഷൻ പഠിക്കുന്നത്. അവർ മൂന്നുപേരും കൂടി ആയിരുന്നു ഫൈനലിൽ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെലിബ്രേഷനൊന്നും അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ, ഇന്നത്തെ പോലത്തെ ഉള്ള സെലിബ്രേഷനൊന്നും ഇല്ലല്ലോ. അന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ. പിന്നെ ഒരു മാവേലി, ഒരു പൂക്കളം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ പോലെയൊന്നും അത്ര ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷനൊന്നും ഇല്ല. പിന്നെ പൂക്കളൊന്നും മേടിച്ചൊന്നും തരത്തില്ല. നമ്മൾ എല്ലാ കുട്ടികളൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഇട്ട്, പിന്നെ ഈ തേങ്ങാപ്പീരയൊക്കെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, ആ പീര കൊണ്ടുപോയിട്ട് കളർ മുക്കി അതിടും, ഉപ്പിൽ കളർ മുക്കിയൊക്കെ ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ ഡാൻസായിരുന്നു എന്നാ പറഞ്ഞ ഫുള്ളും. കുറച്ചൊക്കെ സ്റ്റെപ്പ് തെറ്റിയാൽ ആ ഡാൻസൊക്കെ അടിച്ചു പൊളിച്ച് അവർ ചെയ്തു കേട്ടാ. ട്യൂഷൻ മിസ് പിള്ളേരുമായിട്ട് വൈബായത് കാരണം ഇല്ലേ, പിള്ളേരുടെ കൂടെ ചേരണ ഒരു ട്യൂഷൻ മിസ്സാട്ടോ. ഈ ഓണം സെലിബ്രേഷൻ പോലെ തന്നെ ഇവർ ക്രിസ്മസ് സെലിബ്രേഷനും നടത്തും. അതും അടിപൊളിയാണ്. ഈ ഡാൻസൊക്കെ ഇവർ തന്നെ ഇപ്പം ഉണ്ടാക്കി കളിച്ചതല്ലാണ്ട് ഈ മണികണ്ഠനും ആശുവും പൊന്നും കൂടിയുള്ള ഡാൻസൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് മൂന്നുപേരും കൂടി എന്തൊക്കെയോ കാണിച്ച് പൊന്നൂനെ നോക്കി രണ്ടുപേരും കളിക്കുമായിരുന്നു. ഇതേ കണ്ടില്ലേ, പൊന്നു വെറുതെ കളിച്ച് കാണിക്കുവാണ് അവരെ. അപ്പം ബാക്കി നാളെ നമ്മൾ പഴനി പോണ വീഡിയോസ് ആയിരിക്കും കൂടുതലും കേട്ടോ. ഹാപ്പി